നമസ്കാരം. ഹോട്ട് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സിനിമ റിവ്യൂസ് യഥാർത്ഥത്തിൽ സിനിമാ വ്യവസായത്തെ തകർക്കുന്നുണ്ടോ? ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് സിനിമ ഡയറക്ടർ ശ്രീ മൊയ്തു, സിനിമ റിവ്യൂ വ്ലോഗർ പ്യാരി റോക്സ്, സിനിമ റിവ്യൂവർ രാഘവണ്ണൻ, സിനിമാ നിരീക്ഷകൻ ശ്രീ സുഗതൻ ചാത്യാത്ത്. എല്ലാവർക്കും സ്വാഗതം. ശ്രീ മൊയ്തു സർ, താങ്കളുടെ ഏറ്റവും പുതിയ ചിത്രമായ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തിന്റെ പരാജയത്തിന് കാരണം റിവ്യൂസ് ആണ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും റിവ്യൂ തന്നെയാണ് എൻ്റെ സിനിമയെ തകർത്തത്. ഞാൻ സംവിധാനം ചെയ്ത വർമ്മയുടെ വരവ് എന്ന സിനിമ നല്ലൊരു സിനിമയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ചേർന്നാണ് സിനിമ കാണാൻ പോയത്. എൻ്റെ ഭാര്യ തിയേറ്ററിൽ നിന്ന് പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ നായികയും ഈ സിനിമ കണ്ടു പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോയത്. അത്രയും നല്ല സിനിമയെ റിവ്യൂ എഴുതിയിട്ടാണ് തകർത്തത് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. ഇതെന്താ ഉണ്ടാക്കുന്നതെന്നറിയോ? പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കില്ല. എന്നെപ്പോലുള്ള സംവിധായകർക്ക് ഇനിയും സിനിമ ചെയ്യാനുള്ള പ്രചോദനം നഷ്ടപ്പെടുത്തുകയാണ്. ഒരു 5000 രൂപയുടെ ഫോൺ ഉണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ പലർക്കും. അത് പാടില്ല. ഇനിയിപ്പോൾ സുഗതൻ സാറിന് എന്താണ് പറയാനുള്ളത്? മൊയ്തുവിന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു എന്നാ പറയുന്നത്. മൊയ്തുവിന്റെ ഭാര്യക്ക് ചിലപ്പോ ഈ പടത്തിന്റെ നിർമ്മാതാവിന്റെ വിഷമം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളെ വല്ലാത്ത കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കണം. എന്റെ ഭാര്യ സിനിമ കണ്ട് കരഞ്ഞത് എന്റെ സിനിമയുടെ ഫ്ലോ കണ്ടിട്ട് തന്നെയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. താങ്കൾ ചോദിച്ചു ചോദിച്ചുള്ള മറുപടി പറഞ്ഞാൽ മതി. വർമ്മയുടെ വരവ് എന്നുള്ള സിനിമ ഞാനും കണ്ടു. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംവിധായകൻ എങ്ങനെ പ്രതികരിക്കാന്ന് അറിയില്ല. ഒരു ഒടുക്കത്തെ വരവായിരുന്നു വർമ്മയുടെ. ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ രാജ്യത്ത് ഒരു നല്ല സിനിമ നിർമ്മിക്കാൻ, കോടികൾ ചെലവാക്കി ഒരു സിനിമ നിർമ്മിക്കാൻ ഒരു നിർമ്മാതാവിന്, ഒരു നല്ല സിനിമ സംവിധായകൻ ചെയ്യാൻ ഒരു സംവിധായകനൊക്കെ അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അതുപോലെ തന്നെ ഇറങ്ങുന്ന സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായവും മോശം അഭിപ്രായവും, തൻ്റെ അഭിപ്രായം എന്തോ അത് തുറന്നു പറയാനും നമ്മുടെ ജനാധിപത്യത്തിൽ അവകാശമുണ്ട്. ആ സ്ഥിതിക്ക് റിവ്യൂ പറയുന്നവർ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണോ അല്ലയോ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതെ, അല്ലാതെ പടത്തിന്റെ പരാജയം എല്ലാ റിവ്യൂ ചെയ്യുന്ന ആളുടെ തലയിൽ കെട്ടിവെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്ക് അതിനെപ്പറ്റി മിസ്റ്റർ പ്യാരിയോട് തന്നെ ചോദിക്കാം. പ്യാരി, എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഞാൻ അധ്വാനിക്കുന്ന പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഞാൻ കാണുന്ന സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അല്ലെ, അതാ ഞാൻ പറഞ്ഞത്. സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ കാണും, നല്ലതാണെങ്കിൽ ഞങ്ങൾ നല്ലതെന്ന് പറയാറില്ലേ? ഇവര് മോശം സിനിമ പടച്ചു വിട്ടിട്ട് അത് നല്ലതാണെന്ന് പറയണമെന്ന് ഇവരെന്തിനാ നിർബന്ധം പിടിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരാൾ മാത്രമാണ് എന്റെ സിനിമയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയത്. കാരണം എന്റെ സിനിമ കണ്ടിട്ട് വളരെ നല്ല സിനിമയാണെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരാളുടെ മേലിൽ പഴി ചാരില്ലെന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. അതായത് ഒരു സാധാരണക്കാരൻ 4 ആൾ പറഞ്ഞു കേട്ട ഒരു നല്ല പടമാണോ അല്ലയോ ഒന്ന് വിലയിരുത്തിയിട്ട് തന്നെയാണ് പോവുക. അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് അവർ സിനിമ കണ്ടു കഴിയുമ്പോൾ റിവ്യൂവും സിനിമയിലുള്ളതും വ്യത്യസ്തമായിട്ടുള്ളതാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ റിവ്യൂ കാണാൻ ആരും നിൽക്കില്ല. ഇപ്പൊ ഈ പ്യാരിജാതിന്റെ റിവ്യൂ കാണുന്നതിന്റെ ഉദ്ദേശം അയാൾ സത്യസന്ധമായി പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സിനിമ നിർമ്മിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അതിലേക്കാണ് വരുന്നത്. സിനിമ നിർമ്മിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഒരു സൃഷ്ടിയാണ് അവർ നിർമ്മിക്കുന്നതെങ്കിൽ അത് എന്ത് നിരൂപണം കൊണ്ടും എന്ത് ആളുടെ അഭിപ്രായം കൊണ്ടും ആ സിനിമ പരാജയപ്പെടില്ല. നല്ല സിനിമയാണെങ്കിൽ അത് കാണാൻ ആൾക്കാർ വരും. നല്ല സിനിമ എടുക്കുന്നവർ എന്തിനാണ് പേടിക്കണത്? നമുക്ക് രാഘവണ്ണൻ എന്തോ പറയാനുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞോളൂ. പണ്ടത്തെ സിനിമകൾ എത്ര മനോഹരായിരുന്നു. സത്യൻ സാറിന്റെയും മധു സാറിന്റെയും അതുപോലെ നസീർ സാറിന്റെ സിനിമകൾ എത്ര മനോഹരം. നല്ല സിനിമ 1 മാസം 2 മാസം ഒരു തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നത്. ആ സിനിമകളെല്ലാം ജനങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് ഇപ്പോഴ് ഒരു 100 കിൻഡൽ ഇല്ല തോക്ക് എടുത്തിട്ട് നിമിഷം കണ്ട് എടുത്തിട്ട് 1000 ആളെ വെടിവെക്കുന്നു. 1000 ആള് തിരിച്ചിങ്ങോട്ട് വെച്ചാൽ ഇവരൊട്ട് ചാവുകയും ചെയ്യില്ല. 1000 ആള് ചത്തു വീഴുന്നു. എന്തൊരു കൃത്രിമത്വമാണ്. എന്താ ഇതിലൊന്നും സാധാരണത്വം ഉണ്ടാ ഈ സിനിമയിൽ? ഒരു സിനിമ വന്നു കാണാൻ തുടങ്ങുന്ന പോലെ തിരക്കാൻ ഭയങ്കര, ആര് പറയുന്നു മനസ്സിലാവില്ല, പടപട പറഞ്ഞു സിനിമ അങ്ങ് തീർന്നു. മേഡം, ഈ രാഘവൻ ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സിനിമയല്ല ബഹളം വെക്കരുത്.
ഒരു കാര്യം മനസ്സിലാക്കി, പണ്ട് കാലത്തൊക്കെ 35,000 രൂപയ്ക്ക് സിനിമ ചെയ്തിട്ടുണ്ട്. ഇന്ന് അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റില്ല, കാലം ഒരുപാട് മാറി. അത് മനസ്സിലാക്കണം നിങ്ങള്. നമ്മൾ ഇവരെ ക്ഷണിച്ചില്ലല്ലോ, ഞങ്ങൾക്കൊരു സിനിമ ചെയ്തതാ, ഞങ്ങൾക്ക് ഇതൊന്ന് കാണാൻ ഞങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുക. നിങ്ങളുടെ വ്യവസായം, നിങ്ങൾ മുടക്കുന്ന 25 കോടിയുടെ വില തന്നെയുണ്ട് സാധാരണക്കാരന്റെ 250 രൂപക്കും. അപ്പൊ ആര് മോശമാണെന്ന് പറഞ്ഞാലും സിനിമയുടെ കണ്ടന്റ് നല്ലതാണോ, സിനിമ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പറയുന്ന നല്ല സിനിമയാണെങ്കിൽ ജനം തിയേറ്ററിൽ പറഞ്ഞാല് പ്യാരിജാതൻ സ്വയം ഒരു ന്യായീകരണം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ അങ്ങനെ ആരുടെ പക്ഷത്ത് നിൽക്കുന്നതല്ല. പക്ഷെ പ്യാരിജാതൻ ആ പറഞ്ഞതിലെ ഒരു എനിക്ക് പറയാൻ തരും. ഉണ്ടായിരിക്കാൻ പറയും. കാരണം രാഘവണ്ണൻ ഒരു പറയുന്നത് സത്യമല്ല. രാഘവണ്ണൻ ചില വ്യക്തികളോടുള്ള ഹത്യ പോലും സിനിമയിൽ പറയുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം, രാഘവണ്ണൻ അതിലൊരു നടിയെ ഇഷ്ടമല്ലെങ്കിൽ ആ നടിയെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം ആ നടി അഭിനയിച്ച സിനിമ എല്ലാം പറയുന്ന ആളാണ്. ഈ രാഘവൻ പറയുന്നത് ശരിയല്ല. അയാളെ മാറ്റി എടുത്തു. ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പ്യാരിജാതൻ ഒരു സിനിമയെ കുറിച്ചും നന്നായിട്ട് പറയാറില്ല എന്നാണ്. സുഖൻ സാറേ, നല്ല സിനിമ ഇറങ്ങിയാ നല്ലതെന്ന് തന്നെ പറഞ്ഞു. ഇപ്പൊ മൊയ്തു സംവിധായകൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ നായിക കരഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയെന്ന്. ആരെങ്കിലും പിടിച്ചടിച്ചിട്ടുണ്ടാവും. പുറകിലിരുന്ന് സിനിമ കണ്ട ആരെങ്കിലും കരണക്കുറ്റി നോക്കി അടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ സമയത്ത് സ്പോട്ടിലില്ല. അത് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്, പല ചാനലുകളും അത് കാണിച്ചിട്ടുണ്ട്. എന്റെ നായിക കരഞ്ഞോണ്ട് വരുന്നത് അത് ആരും പിടിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾ സ്വയം അത് പറയരുത്. നിങ്ങളൊക്കെ നിങ്ങളുടെ പടം വിജയിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂലിയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 35 ലക്ഷം 35 കോടി 40 കോടി മുടക്കി നിങ്ങൾ ഒരു പടം എടുക്കുന്നു. അതിന് ഇന്ന സാഹസ രംഗങ്ങളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പരസ്യം കൊടുത്ത് പാവപ്പെട്ട ജനങ്ങളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുകയാണ്. ഞങ്ങളെ പോലെയുള്ള റിവ്യൂ പറയുന്നവർക്കുള്ള ഫോളോവേഴ്സ് 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത്. 3-3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ മലയാളികൾ ബാക്കിയുള്ളവർക്കെങ്കിലും വന്ന് പടം കാണാൻ പറ്റാത്തത് എന്താ? പടം മോശമായത് കൊണ്ട് മാത്രമാണ്. ഞാനൊരു അഭിപ്രായം പറയാം. ഈ 2 ലക്ഷം പേരെ കാണുന്നുള്ളൂ എന്ന് കരുതിയിട്ട് എന്ത് അസംബന്ധവും വിളിച്ചു പറയാമെന്ന് കരുതരുത്. ഈ 2 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടവർ വീണ്ടും 2 ലക്ഷം പേരോട് പറഞ്ഞ് 4 ലക്ഷം. അപ്പൊ നിങ്ങൾ നുണ പറഞ്ഞാൽ അത് പടത്തെ ബാധിക്കും. സത്യസന്ധമായ രീതിയിൽ റിവ്യൂ ചർച്ച കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് നല്ല പടം എടുത്താൽ ആര് തന്നെ ആ പടത്തെ കുറ്റം പറഞ്ഞാലും ആ പടം വിജയിക്കും. റിവ്യൂ എനിക്ക് പറയാം. മേഡം, ഈ റിവ്യൂ നിരോധിക്കാനുള്ള ഒരു ഉത്തരവ് സർക്കാർ കൊണ്ടുവരണം എന്നാണ് ഒരു സംവിധായകനാണ് എനിക്ക് പറയാനുള്ളത്. റിവ്യൂ ചെയ്യുന്നവരല്ല നിരോധിക്കേണ്ടത്. ഇത്ര പൊട്ട സിനിമ നിർമ്മിക്കുന്നവരെയാണ്, സംവിധാനം ചെയ്യുന്നവരാണ് നിരോധിക്കേണ്ടത്. അതെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മൊയ്തു ചെയ്ത ആദ്യത്തെ സിനിമയല്ലത്. മൊയ്തു 18 സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ പല സിനിമകളും വിജയിച്ച സിനിമകളാണ്. ആയിക്കോട്ടെ. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് പ്യാരിയോടാണ്. ഇപ്പൊ താങ്കൾക്ക് വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ. മാഡം, കേസ് കൊണ്ടും കോടതി കൊണ്ടൊന്നും ഞങ്ങളെ ആരും പേടിപ്പിക്കാൻ നിൽക്കണ്ട. വക്കീൽ നോട്ടീസ് വന്നത് ഞങ്ങൾ നിയമപരമായി നേരിടും. ഇനിയും സിനിമകളിൽ ഞങ്ങൾ റിവ്യൂ ചെയ്യും. നല്ല സിനിമയാണെങ്കിൽ നല്ലത് തന്നെ പറയും. ഇത്തരം മോശം പടങ്ങൾക്കെതിരെ ഞങ്ങൾ മോശമാണെന്ന് തന്നെ പറയും. അത് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നവരുടെ കുറ്റമല്ല മലയാള സിനിമ പരാജയപ്പെടുന്നത്. നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ പറയാനും ഞങ്ങൾ തയ്യാറാണ്. മോശം പടങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല അഭിപ്രായം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ അത്തരത്തിലുള്ള സിനിമ ഇവിടെ പിടിക്കണ്ട. നമ്മുടെ സമയം കഴിയാറായിരിക്കുകയാണ്. വക്കീൽ നോട്ടീസ് ഒരുപാട് വന്നോണ്ടിരിക്കും ഇയാൾക്ക്. അത് ഞാൻ നേരിട്ടോളാം. ഒരു മിനിറ്റ് പറഞ്ഞോളൂ സാർ. നല്ല അഭിപ്രായങ്ങൾ റിവ്യൂ ചെയ്യത്തക്ക രീതിയിലുള്ള നല്ല പടങ്ങൾ നിർമ്മിക്കാൻ നിർമ്മാതാക്കളും സംവിധായകരും തയ്യാറാവുക. അത്രയ്ക്ക് പറയാം.